ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നമ്മൾ നിരാശപ്പെട്ടു പോകാറുണ്ടല്ലേ. നമുക്കിനി മുന്നോട്ട് പ്രത്യാശ ഫുൾ നശിച്ച് ഇനി ഒന്നും ചെയ്യാനില്ല, ആകെ സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് മിക്കപ്പോഴും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് എത്ര തന്നെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും മുന്നോട്ട് എന്ന് നമ്മൾ ചിന്തിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് ജിനുവച്ചൻ 4 വചനങ്ങൾ തരുന്നുണ്ട്. അപ്പോൾ ആ 4 വചനങ്ങളാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ അത് പോസ് ചെയ്ത് വെച്ചിട്ട് ഓരോ വചനങ്ങളും ധ്യാനിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് ആ 4 വചനങ്ങളും ഓരോ സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് പ്രാർത്ഥനാ സഹായം ചോദിച്ച് മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്, കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ വചനങ്ങളും നിങ്ങളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾ നോക്കി അത് പോസ് ചെയ്ത് വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം തമ്പുരാൻ ഉത്തരം തരും. ഓക്കെ, പറ്റുമെങ്കിൽ എല്ലാ വചനങ്ങളും നിങ്ങൾ എന്നും ഉരുവിടാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ആദ്യത്തെ വചനം, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. ഫിലിപ്പി 4:13. ഇതിൽ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഈ ഒരു വചനം കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് തോന്നുന്നത്? എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, ദൈവത്തിലുള്ള നമ്മളുടെ അചഞ്ചലമായ വിശ്വാസമാണ്. ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ഒരൊറ്റ വിശ്വാസം മാത്രം മതി നമ്മുടെ കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടാനായിട്ട്. എനിക്ക് മെസ്സേജുകൾ വന്ന് ഒരുപാട് പേര് ചോദിച്ചിരുന്നൊരു കാര്യമാണ്, ജോലി കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം, വിദേശത്ത് നല്ല സാലറിയിൽ ജോലി കിട്ടാനായിട്ട്, ആഗ്രഹിക്കുന്ന സാലറിയിൽ ആഗ്രഹിക്കുന്ന ജോലി കിട്ടാനായിട്ട്, ഗവൺമെൻറ് ജോലി കിട്ടാനായിട്ട്, ജോലിക്ക് വേണ്ടിയുള്ള പരീക്ഷകൾ 3-4 തവണ പരീക്ഷകൾ അറ്റൻഡ് ചെയ്തിട്ടും കിട്ടാണ്ട് വീണ്ടും ട്രൈ ചെയ്യുന്നു. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന ആൾക്കാർ, അതുപോലെ തന്നെ കടബാധ്യതകൾ മാറാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ, നമുക്ക് എല്ലാവരെയും ഈ ഒരു സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ ആവശ്യങ്ങൾ, നമ്മൾ ഉള്ളിൽ ആരോടും പങ്കുവയ്ക്കാനാവാതെ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ഈശോ നമുക്കതെല്ലാം സാധിച്ചു തരട്ടെ. നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം സാധിക്കുമെന്നേ. ആ ഒരൊറ്റ കോൺഫിഡൻസ് മാത്രം മതി നമുക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ട്. ആരും വേണ്ട. നമ്മുടെ ഈ ലോകത്തിലേക്ക് ജനിച്ച് വീണത് ഒറ്റയ്ക്കല്ലേ, അതുപോലെ ധരിച്ചു പോകുന്നതും ഒറ്റയ്ക്കാണ്. നമ്മുടെ കൂടെ എന്നുമുള്ളത് നമ്മുടെ ദൈവം മാത്രമാണ്. അതുകൊണ്ട് ആ ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ആരും തന്നെ വേണ്ട. നമ്മളെ എല്ലാവരും വിദ്വേഷിച്ചോട്ടെ, ദ്വേഷിച്ച് പറഞ്ഞോട്ടെ, നമ്മളെ വേണ്ടാന്ന് വെച്ചോട്ടെ, നമ്മളെ വേദനിപ്പിച്ചോട്ടെ, എന്തു തന്നെ ആയിക്കോട്ടെ, പക്ഷേ നമ്മുടെ ചിന്ത, നമ്മുടെ ലക്ഷ്യം അത് നമ്മുടെ കർത്താവ് തന്നെ ആയിക്കോട്ടെ. എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സമാധാനമുണ്ടാകും, സ്വസ്ഥതയുണ്ടാവും, സന്തോഷമുണ്ടാവും. ഇതെല്ലാം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശയുണ്ടാവും. പ്രത്യാശയുണ്ടായാൽ മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു ബലം നമുക്ക് കിട്ടും. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഈ വചനം ഒന്നുകിൽ നിങ്ങൾ എഴുതി പ്രാർത്ഥിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഉരുവിട്ട് പ്രാർത്ഥിക്കുക. വളരെ ചെറിയൊരു വചനമാണ്. ഫിലിപ്പിയർ 4:13. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ഇത്ര ഒരു കോൺഫിഡൻസ് തരുന്നൊരു വചനം നമുക്ക് എവിടെ കാണാൻ സാധിക്കും? അതുകൊണ്ട് വളരെ എല്ലാവരും ധൈര്യമായിട്ടിരിക്കുക. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുക. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്ത വചനത്തിലേക്ക് നമുക്ക് പോവാം. അടുത്ത വചനം പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് 14-ാം അധ്യായം 14-ാമത്തെ വാക്യമാണ്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. എന്ത് ആശ്വാസം പകരുന്നൊരു വചനമാണല്ലേ ഇത്. നമ്മളൊന്നും അറിയണ്ട, നമ്മൾ നമ്മുടെ ദൈവത്തെ വിശ്വസിച്ച് അവനെല്ലാം നടത്തിത്തരും എന്ന് പൂർണ്ണമായി മനസ്സുകൊണ്ട്
പ്രഖ്യാപിച്ച് നമ്മളിരിക്കുകയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരു തടസ്സവും ഇല്ലാണ്ട് നടക്കുന്നേ. നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആവശ്യങ്ങൾ ന്യായമാണെങ്കിൽ, അതിൽ സത്യമുണ്ടെങ്കിൽ, നമ്മൾ നെഞ്ചു പൊട്ടി നിലവിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാരുണ്യവാനായ ദൈവം അത് കേൾക്കാതിരിക്കുമോ? പെറ്റമ്മ മറന്നാലും നിന്നെ ഞാൻ മറക്കില്ല എന്ന് പറഞ്ഞ നമ്മുടെ കർത്താവല്ലേ അവിടുന്ന്. ഒരിക്കലും നമ്മെ അവിടുന്ന് കൈവിടില്ല. ഈ ഒരു സമയത്ത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന നിയോഗങ്ങളിൽ ഞാൻ എന്താ പറയുക, നിരാശപ്പെട്ടിരിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. എനിക്ക് പ്രാർത്ഥിച്ചിട്ട് എവിടെ എത്താൻ പറ്റുന്നില്ല, സൂയിസൈഡിൻ്റെ വക്കിലാണ്, ഇനി മുന്നോട്ട് എങ്ങനെയെന്ന് എനിക്കറിയില്ല. കൂടുതലും കടബാധ്യതകളാണ്. ലക്ഷങ്ങൾ വാങ്ങി കടബാധ്യത കൊണ്ട് നട്ടം മുട്ടി നിൽക്കുന്ന കുറേ മക്കളുണ്ട്. ബാങ്ക് ലോണ്, വീട് ജപ്തിയാവും എന്നുള്ള പേടി. നമുക്ക് അവരെയൊക്കെ ഈ സമയത്തൊന്ന് സമർപ്പിക്കാം. അവരുടെ മനസ്സിലെ വിചാരങ്ങളൊക്കെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കാം. എല്ലാം ദൈവം നടത്തി തരും. അത്രയും ശക്തനായ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോൾ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? നമ്മൾ കാം ആൻഡ് കൂളായിട്ട് ഇരിക്കുക. എൻ്റെ ദൈവമുണ്ടെന്ന് മനസ്സിൽ ഉരുവിട്ടുകൊണ്ടേയിരിക്കുക. അവിടുന്ന് നമുക്ക് നിശ്ചയമായും നമുക്ക് ആൻസർ തരും. നമ്മുടെ ആവശ്യങ്ങൾ അവിടുന്ന് സാധിച്ചു തരും. നമ്മൾ ടെൻഷൻ അടിക്കേണ്ട. കുറേ മക്കൾ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് വിവാഹം നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് എന്താവെന്ന് ആലോചിച്ച് പേടി. അതേപോലെ പൈസ കടം കൊടുത്തിട്ടുണ്ട്, അത് തിരിച്ച് കിട്ടുമോ എന്നുള്ള പേടി. അങ്ങനെ ഒരുപാട് പേടിയിലും അല്ലെങ്കിൽ ഭയത്താലും മാത്രം നെലിഞ്ഞു നിൽക്കുന്ന ആകുലത, ടെൻഷൻ, എന്താവും വളരെ അസ്വസ്ഥപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. അവരെയൊക്കെ നമുക്ക് ഈ സമയത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കരുണാമയനായ ദൈവം അവരെല്ലാം അനുഗ്രഹിക്കട്ടെ. അവരുടെ വിഷമങ്ങളൊക്കെ എടുത്ത് മാറ്റട്ടെ. നമ്മുടെ പ്രാർത്ഥനകളും അവരോടൊപ്പം ചേർത്ത് വയ്ക്കാം. ഈ ഒരു നിയോഗത്തിനായി പ്രാർത്ഥിക്കുന്നവരൊക്കെ ഈ വചനം എഴുതി വെച്ച് പ്രാർത്ഥിക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. വ്യത്യാസങ്ങൾ കടന്നു വരും. നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. അതിനുവേണ്ടി നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇനി ജിനുവച്ചൻ പറഞ്ഞു തരുന്ന 3-ാമത്തെ വചനത്തിലേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യമാണ് അടുത്തത്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. നോക്കൂ, ഈ ഒരു വചനത്തിലൂടെ ദൈവം നമ്മളോട് എന്താ പറയുന്നത്? വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ നമ്മുടെ ദൈവം പരിശുദ്ധാത്മാവിനെ തന്നെ നമുക്ക് ദാനമായി നൽകിയിരിക്കുകയാണ്. ഇനി നമ്മൾ നിരാശയിലാണ് പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ പ്രത്യാശയിലേക്ക് നയിക്കാനായിട്ട്, നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം ഉണ്ടാവാനായിട്ട്, നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ മാറ്റിത്തരുവാനായിട്ട് ദൈവം നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി പരിശുദ്ധാത്മാവിനെ തന്നെയാണ് നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, പേടിച്ചു വിറച്ചിരുന്ന ശിഷ്യന്മാരുടെയും പരിശുദ്ധ അമ്മയുടെയും മേൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വന്ന ശേഷമാണ് സധൈര്യം അവർ ലോകത്തിന് മുമ്പാകെ യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് ഇറങ്ങിയത്, അല്ലേ? അതേപോലെ നമ്മെ ഭയപ്പെടുത്തുന്ന എല്ലാ അവസ്ഥകളിൽ നിന്നും നല്ലൊരു മോചനം തരാനായിട്ട് നമ്മുടെ പരിശുദ്ധാത്മാവിന് സാധിക്കും. വിശ്വസ്തയോടെ പ്രാർത്ഥിക്കും. നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിന് മുമ്പിൽ നിയോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു നോക്കിക്കേ. തീർച്ചയായും പരിശുദ്ധാത്മാവ് നമ്മളെ അനുഗ്രഹിക്കും. നമ്മുടെ ഹൃദയത്തിലും ബുദ്ധിയിലും മനസ്സിലും പരിശുദ്ധാത്മാവ് വന്ന് കയറും. നമ്മുടെ പേടികളെ, നമ്മുടെ നിരാശകളെ ഒക്കെ അവിടുന്ന് എടുത്തു മാറ്റും. ആ ധൈര്യത്തിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കിക്കോ. തീർച്ചയായും നമ്മുടെ ആവശ്യങ്ങളൊക്കെ ദൈവം നടത്തിത്തരും. ആ ഒരു വിശ്വാസവും ആ ഒരു ആത്മധൈര്യവുമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുക. അതുണ്ടെങ്കിൽ നമ്മളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ദൈവം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. ഈ സമയം നമുക്ക് ഭാരപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളെ സമർപ്പിക്കാം. കാരണം ഒരുപാട് പേര് സൂയിസൈഡിൻ്റെ വക്കിൽ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളിലും മറ്റുള്ളവരാൽ ചതിക്കപ്പെട്ട്
വിശ്വാസവഞ്ചനയേറ്റ് ഒക്കെ ജീവിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ച് മെസ്സേജ് അയച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ മനസ്സിന് ധൈര്യം കിട്ടാനായിട്ട് പരിശുദ്ധാത്മാവൊന്ന് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കൂടെ കഴിയുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ വചനം മനസ്സിൽ ഉരുവിട്ട് നോക്കുക, എഴുതി വെച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ധൈര്യം ലഭിക്കുക തന്നെ ചെയ്യും. നമുക്ക് ജിനുവച്ചൻ പറയുന്ന അവസാനത്തെ ഈ ഒരു വചന സന്ദേശത്തിലൂടെ നമുക്ക് പകർന്നു നൽകുന്ന 4ാമത്തെ വചനത്തിലേക്ക് കടക്കാം. കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്തു ചെയ്യാൻ കഴിയും? സങ്കീർത്തനങ്ങൾ 118 അധ്യായത്തിലെ 6ാമത്തെ വാക്യമാണിത്. എന്തുമാത്രം ധൈര്യം തരുന്ന ഒരു വചനമാണിതല്ലേ. ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ ദൈവം എൻ്റെ കൂടെയുള്ളപ്പോൾ ഞാൻ ആരെയാണ് ഭയക്കേണ്ടത്? എനിക്ക് എല്ലാം സാധിച്ചു തരുന്ന, എല്ലാത്തിനും കഴിവുള്ളവനായ എൻ്റെ ദൈവം എൻ്റെ കൂടെയുള്ളപ്പോൾ ഞാൻ ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. എത്ര ക്ലിയറായിട്ടാണ് നമ്മുടെ വചനങ്ങളിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് അല്ലേ. എന്നെ സഹായിക്കാൻ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ എൻ്റെ ശത്രുക്കളുടെ പതനം കാണും. കണ്ടോ, ദൈവത്തിൻ്റെ ആ ഒരു സഹായ വാഗ്ദാനത്തിലൂടെ നമുക്ക് എന്താണ് ലഭിക്കുന്നത് എന്നുകൂടിയാണ് ഈ ഒരു വചനം നമുക്ക് പറഞ്ഞു തരുന്നത്. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ശത്രുക്കളുടെ പതനം നമ്മൾ കാണും. നമ്മൾ അവരോട് റിവെഞ്ച് ചെയ്യാനൊന്നും പോകണ്ട. ദൈവം നമുക്ക് ഇങ്ങോട്ട് കൊണ്ട് തരികയാണ്. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവരുടെ ആ ഒരു സീനൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇമോഷണലി ഭയങ്കര കോൺഫിഡൻസ് തോന്നിയൊരു സീനാണ് അതൊക്കെ. അതേപോലെ നമ്മുടെ ഈ ദുരിതക്കയത്തിൽ നമ്മൾ ഒരുപാട് വിഷമിച്ചിരിക്കുമ്പോൾ, നമ്മൾ മുന്നോട്ട് എന്തെന്നുള്ളത് ചിന്തിച്ച് വളരെ ആകുലപ്പെട്ട് നിൽക്കുമ്പോൾ, ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞ് പണം കൊണ്ടും ബലം കൊണ്ടും ബലവാനായ ഒരാൾ നമ്മുടെ ഒപ്പം നിൽക്കുന്ന ഒരവസ്ഥയൊന്ന് ചിന്തിച്ച് നോക്കിയേ. നമുക്ക് എത്രത്തോളം സമാധാനം തരുന്ന ഒന്നാണതല്ലേ. അതേ അവസ്ഥ തന്നെയാണ് ഈ ഒരു വചനം നമുക്ക് തരുന്ന ആ ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത്. എൻ്റെ കൂടെ ഈ ലോകത്തിൻ്റെ തന്നെ സൃഷ്ടാവായ എൻ്റെ ദൈവമായ കർത്താവ് കൂടെയുണ്ട്. ഞാൻ ആരെയാണ് ഭയപ്പെടേണ്ടത്? എന്നെ സഹായിക്കാൻ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ എൻ്റെ ശത്രുക്കളുടെ പതനം കാണും. ഈ ഒരു വചനത്തിലൂടെ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? അതായത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ തന്നെ ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. പൈസ കടം കൊടുത്തിട്ട്, വിശ്വസ്തതയോടെ കടം കൊടുത്ത്, ഒരുപാട് അടുത്തറിയാവുന്ന ആൾക്കാരാണ്. കൂട്ടുകാർക്കും ഒക്കെ ആയിട്ട് പൈസ കൊടുത്തിട്ട് അവരൊക്കെ ഇപ്പോൾ പറ്റിച്ച് നടക്കുകയാണ്. ഒരാവശ്യം വന്ന് തിരിച്ച് ചോദിച്ചപ്പം അവരൊക്കെ മുഖം തിരിച്ച് നടക്കുകയാണ്. പൈസ തിരിച്ച് കിട്ടിയില്ലല്ലോ എന്നുള്ളതിനേക്കാൾ ഉപരി അവർ എന്നെ ചതിച്ചല്ലോ എന്നുള്ളൊരു വേദനയായിട്ട് വിഷമിക്കുന്നവരാണ് കൂടുതലും. അപ്പം അത് അങ്ങനെയുള്ളവരുടെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് നമ്മുടെ കാര്യങ്ങൾ ചെയ്തത്. ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പരസ്പരം സഹായിക്കാനായിട്ടാണ്. അത് നമ്മൾ ചെയ്തു. പക്ഷെ അതുമൂലം നമുക്ക് തിരിച്ചു കിട്ടിയത് വേദനയാണ്. അപ്പോൾ ഇതിന് തിരിച്ച് ഒരു മറുപടി കൊടുക്കേണ്ടത് നമ്മളല്ല, നമ്മുടെ ദൈവം തന്നെയാണ്. അതാണ് ഈ വചനത്തിലൂടെ നമുക്ക് പറയുന്നത്. എന്താണ്? എന്നെ സഹായിക്കാൻ എൻ്റെ കർത്താവ് കൂടെയുണ്ട്, എൻ്റെ ശത്രുക്കളുടെ പതനം ഞാൻ കാണും. അതെന്ന് വെച്ചാൽ ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മളെ വേദനിപ്പിച്ചവർക്കുള്ളൊരു മറുപടി കൊടുക്കാൻ ദൈവം തന്നെ മുന്നോട്ടിറങ്ങും. ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ എല്ലാത്തിനും അതീതനായ ദൈവം നമ്മുടെ ഒപ്പമുണ്ട്. കർത്താവിൻ്റെ ശക്തമായ കരം നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതേപോലെ ഇപ്പം ജോലിയൊക്കെ കിട്ടാനായിട്ട് ഒരുപാട് വിസ കിട്ടാനായിട്ടൊക്കെ ഒരുപാട് തടസ്സങ്ങൾ. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും, എൻ്റെ ദൈവമേ, അവരെ ഒന്ന് നല്ല രീതിയിൽ ചിന്തിച്ചിരുന്നെങ്കിൽ, അവർക്കൊരു നല്ല മനസ്സുണ്ടാവണേ ഒക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് അല്ലേ. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും ശക്തനായ എല്ലാ കാര്യങ്ങളും സാധ്യതമാക്കുന്ന ദൈവമായ കർത്താവാണ് നമ്മുടെ കൂടെയുള്ളത്. പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കണേ? നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുക, നമ്മുടെ മനസ്സിൽ ദൈവത്തോടുള്ള ഒരു വിശ്വാസം അചഞ്ചലമായിട്ട് കാത്തു സൂക്ഷിക്കുക. എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം വിട്ടുകൊടുക്കുക. നമ്മളോട് ചോദിച്ചിട്ടാണോ ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചത്? നമ്മളോട് ചോദിച്ചിട്ടാണോ നമ്മൾക്ക് ഈ ഒരു ജീവിത സാഹചര്യം ദൈവം തന്നത്? നമ്മളോട് ചോദിച്ചിട്ടാണോ നമുക്ക് നല്ല വിദ്യാഭ്യാസത്തിനുള്ള എന്താ പറയുക, ഒരു അവസരം നമുക്ക് ഉണ്ടാക്കി തന്നത്? ഒരുപാട് ഇതൊന്നുമില്ലാതെ, അല്ലെങ്കിൽ ദൈവം നമ്മളോട് ചോദിച്ചിട്ടാണോ നമുക്ക് നല്ല മാതാപിതാക്കളെ തന്നത്, നമുക്ക് നല്ല കുടുംബം തന്നത്? അപ്പോൾ
ഇതൊന്നും ഇല്ലാണ്ട് വിഷമിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് അല്ലേ? അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും ദൈവം മറ്റുള്ളവരോട് ചോദിച്ചിട്ട് അല്ലെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ടല്ലല്ലോ തന്നത്. അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം എന്നതുപോലെ തന്നെ പ്രശ്നങ്ങൾ വരുമ്പോഴും അത് ദൈവത്തിലേക്ക് തന്നെ പൂർണ്ണമായി സമർപ്പിക്കുക. എല്ലാം പൂർണ്ണമായും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക. ദൈവം അതെല്ലാം നോക്കി പരിശോധിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മളിൽ നിറവേറ്റട്ടെ എന്ന് വിശ്വസിക്കുക. ദൈവം എന്ത് ചെയ്താലും അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് വിശ്വസിക്കുക. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും 100,000 പ്രശ്നത്തിൻ്റെ നടുവിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ ഒരു പ്രായത്തിൽ എനിക്ക് ഫേസ് ചെയ്യാവുന്ന പരമാവധി ഞാൻ ഇതിനോടകം തന്നെ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെയും പല സാഹചര്യങ്ങളിലും ഞാൻ ദൈവത്തെ തള്ളി പറഞ്ഞിട്ടുണ്ട്, കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനാ എനിക്കിങ്ങനെ ഒരു ജന്മം എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ തന്നെ ദൈവം എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത കൊണ്ടുവരുന്നത്, ഞാനല്ലേ നിൻ്റെ കൂടെയുള്ളേ, നീ പിന്നെ എന്തിനാ ഇങ്ങനെ വിഷമിക്കണേ? ആരെങ്കിലെങ്കിലും ഞാനുണ്ട് മോളെ നിൻ്റെ കൂടെ എന്നുള്ള ഒരു ഉള്ളിൽ നിന്നൊരു വിളി എനിക്ക് ദൈവം തരാറുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ആ ഒരു വിളിയുടെ പുറത്താണ് ഞാനിന്നും ജീവിക്കുന്നത് തന്നെ. നിങ്ങളോട് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് എനിക്ക് മനസ്സ് ഉണ്ടാവുന്നത് തന്നെ അങ്ങനെ ഒരു ഇതിന് പുറത്താണ്. കാരണം എൻ്റെ ഈ വീഡിയോ കാണുന്നവരും അല്ലെങ്കിൽ കുറച്ചെങ്കിലും കേൾക്കുന്നവരായിട്ടുള്ള എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ എന്നേലും എൻ്റെ ഇരട്ടി പ്രായമുള്ള ആൾക്കാരാണ് കൂടുതലും. നല്ല പ്രായ വ്യത്യാസമുള്ളവരാണ്. നിങ്ങളോട് എനിക്ക് ഇങ്ങനെ പറയാനുള്ള ഒരു ധൈര്യം എനിക്ക് തരുന്നുണ്ടെങ്കിൽ അതെൻ്റെ ഈശോ എനിക്ക് തന്നതാണ്. കാരണം എൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെയാണ് അതിലൂടെ എനിക്ക് ലഭിച്ചിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങൾ, എൻ്റെ ഈ ഓരോ അവസ്ഥകളെ ഞാൻ മറികടന്നത് കൊണ്ടാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ധൈര്യം എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 100% എൻ്റെ ജീവിതം തന്നെ എനിക്ക് സാക്ഷിയാക്കി ഞാൻ നിങ്ങളോട് പറയുകയാണ്. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാത്തതായിട്ട് ഒന്നുമില്ല. നമുക്ക് കുറച്ച് കാലങ്ങളൊക്കെ എടുക്കും അല്ലേ? നമ്മൾ എന്താ പറയുക, ഒരു വിത്തിട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ അത് ചെടിയായി അതിൽ നിന്ന് നമുക്ക് ഫലം കിട്ടില്ലല്ലോ. അത് ഒരുപാട് കാലം എടുത്ത് മുള പൊട്ടി വലുതായി വന്ന് വെയിലും മഞ്ഞും ഒക്കെ കൊണ്ട് ഏറ്റവും അവസാനമാണ് ഏറ്റവും നമുക്ക് നല്ലൊരു ഫലം അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ പ്രാർത്ഥനകളും. നമ്മൾ എത്രത്തോളം കാത്തിരിക്കുന്നോ അതിൻ്റെ വലിപ്പവും അതിൻ്റെ ആ ഒരു ഭംഗിയും വളരെ വലുതായിരിക്കും. അപ്പോൾ എന്നും ദൈവത്തിൽ വിശ്വാസത്തോടെ ഇരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കുറച്ച് വ്യത്യസ്തതയോടുകൂടിയിട്ടാണ്, സ്ഥിരം ചെയ്യുന്ന ഒരു പാറ്റേണിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എനിക്ക് ഈ ഒരു ധൈര്യമൊക്കെ തരുന്നത് എൻ്റെ ഈശോ തന്നെയാണ്. ഒരുപാട് പേര്, പല പ്രായത്തിലുള്ള ആൾക്കാർ എൻ്റെ ഇത് കേൾക്കാറുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ദൈവം കൂടിയുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് ജീവിക്കാം. നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ഞാൻ മുൻപ് പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മൾ എന്തായാലും പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതാണ്. ഞാൻ എൻ്റെ സ്വകാര്യമായിട്ടുള്ള പ്രാർത്ഥനയിലൊക്കെ ഞാൻ സ്ഥിരം എല്ലാവരുടെ കമൻസും ഞാൻ കാണാറുണ്ട് കേട്ടോ. കാണാതിരിക്കുകയല്ല, എല്ലാവരുടെ കമൻസും കാണുന്നുണ്ട്. അപ്പോൾ ആ കാണുന്ന നിമിഷം തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നേക്ക് വെക്കുമ്പോൾ വിട്ടുപോയാലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ വാക്ക് പാലിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങളുടെ വിഷമങ്ങളൊക്കെ മാറട്ടെ. നമ്മൾ ജീവിതത്തിൽ വിഷമങ്ങളില്ലെങ്കിലും നമുക്ക് പ്രശ്നമാണ്. അപ്പോൾ പിന്നെ നമ്മൾ എന്താ വിഷമങ്ങളില്ലാതെ ഓർത്ത് ജീവിക്കും. അപ്പോൾ വിഷമങ്ങളുള്ളതുകൊണ്ടാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ മുന്നോട്ട് ജീവിക്കാനുള്ളൊരു വിളി നമുക്ക് ദൈവം തരുന്നത്, ആ ഒരു ബലം നമുക്ക് തരുന്നത്. അപ്പോൾ ഏത് സാഹചര്യത്തോടും പൊരുത്തപ്പെട്ട് ജീവിക്കാനുള്ളൊരു അനുഗ്രഹം ദൈവം നമുക്ക് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സിൻസിയറായിട്ടുള്ള സപ്പോർട്ട് തുടർന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ പറയുകയാണ്. അടുത്തൊരു വീഡിയോയിൽ കൂടെ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.